തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ പരാതിക്കാരിയായ സുമയ്യ ഇന്ന് വീണ്ടും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വിധേയമാകും. ഗൈഡ് വെയർ പുറത്തെടുക്കാനുള്ള സാധ്യതകളാണ് വിദഗ്ധ സംഘം വീണ്ടും പരിശോധിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെയ്ക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ടെസ്റ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ്. അതും എനിക്ക് നീതി കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പൊന്നുമില്ല. ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇതുവരേക്കും കുറ്റം ചെയ്ത ഡോക്ടറിൻ്റെ മേൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അഡ്മിറ്റായി വെള്ളിയാഴ്ച ഇതുപോലെ ഒരു ടെസ്റ്റാണ്. അത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അത് അനക്കം ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലൊന്നും അല്ല. ചലനമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം, ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, ഈ ഗൈഡ് വെയർ പുറത്തെടുക്കുക എന്നുള്ളത് റിസ്ക്കാണ് എന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. സാധ്യമായ കാര്യങ്ങളെല്ലാം പരിശോധിക്കാം എന്നൊരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. അതിൽ തന്നെ സുമയ്യയുടെ നിലപാടും നിർണായകമാണ്. ഇന്ന് നടക്കാൻ പോകുന്ന നടപടികൾ എങ്ങനെയാണ് റിനു? വിജിത്ത്, 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ഈ സർക്കാർ നിയോഗിച്ച പ്രത്യേക മെഡിക്കൽ സംഘത്തിന് മുന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി സുമയ്യ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഇന്നിപ്പോൾ അഡ്മിറ്റ് ആവാൻ തയ്യാറായി മെഡിക്കൽ കോളേജിലേക്ക് എത്തുവാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ഇന്നും നാളെയുമായി ചില പരിശോധനകൾ നടത്തും, ചില സ്കാനിങ്ങുകൾ നടത്തും. അതിൽ കൃത്യമായി ഈ ഗൈഡ് വയർ ഏതെങ്കിലും തരത്തിൽ അനക്കമുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം തേടും എന്നുള്ളതാണ് മെഡിക്കൽ സംഘം വിലയിരുത്തുന്നത്. നിലവിൽ മെഡിക്കൽ സംഘം വിലയിരുത്തിയിട്ടുള്ളത് ഈ ഗൈഡ് വയർ പുറത്തേക്ക് എടുക്കേണ്ടുന്ന ആവശ്യമില്ല, ഇത് ശരീരത്തിനുള്ളിലിരുന്നാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നുള്ളത്. പക്ഷേ സുമയ്യയ്ക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുമയ്യ അത് പങ്കുവയ്ക്കുകയും ചെയ്തു. നിലവിൽ ഇന്നത്തെ ഒരു പരിശോധനയിൽ അത് പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല എന്നുള്ളതാണ് സുമയ്യ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്നും നാളെയുമായി നടക്കുന്ന പരിശോധനയുടെ ഫലമായി സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ജോലിയും ഒപ്പം സാമ്പത്തികവും സർക്കാരിനോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ട്. ഇനി അങ്ങോട്ട് പരീക്ഷ എഴുതുവാനോ അല്ലെങ്കിൽ തൊഴിൽ തേടുവാനോ ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ജോലി വേണം എന്നുള്ളതാണ് സുമയ്യയുടെയും കുടുംബത്തിൻ്റെയും ആവശ്യം. ഒപ്പം സർക്കാർ സാമ്പത്തികമായി സഹായിക്കണമെന്നുള്ളൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ രാജീവ് കുമാർ എന്ന് പറയുന്ന സർജറി ചെയ്ത ഡോക്ടർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട് കണ്ടോൺമെന്റ് പോലീസ്. അല്ലാതെ സസ്പെൻഷൻ നടപടിയോ അത്തരത്തിലൊരു നടപടികളിലേക്കൊന്നും തന്നെ സർക്കാർ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് സുമയ്യയും കുടുംബവും ആരോപിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ഈ പരിശോധനയ്ക്ക് സുമയ്യ വിധേയമാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. റിജിത. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.